കണിക്കൊന്നയുടെ നന്മയുമായി വീണ്ടും ഒരു വിഷു എത്തിയിരിക്കുകയാണ്. വയനാട് വിഷൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നല്ല ഒരു വിഷു ആശംസിക്കുന്നു. നമ്മുടെ ഈ ഒരു പരിപാടി തുടങ്ങിയത് തന്നെ നമ്മളൊരു കണി കണ്ടുകൊണ്ടാണ് അല്ലേ? കണി കണ്ടുകൊണ്ടാണ്. കണി എന്ന് പറഞ്ഞാൽ, വിഷു കണി എന്ന് പറഞ്ഞാൽ പുതിയ പ്രതീക്ഷകളാണ് നമ്മൾ മലയാളികൾക്ക് നൽകുന്നത്. എല്ലാത്തിൻ്റെയും ഉണ്ണി രൂപങ്ങളാണ് നമ്മൾ കണിയിൽ ഒരുക്കി വെക്കുന്നത്. ഇപ്പം കണ്ണി മാങ്ങി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇടിച്ചക്ക ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും തുടക്കം ഈ വിഷുവിലെ വിഷുക്കണിയിൽ നിന്നാണ്. മലയാളികൾക്ക് ഓരോ പ്രതീക്ഷകളും വിഷുക്കണിയിൽ നിന്നാണ് തുടങ്ങുന്നതും. ഈ വിഷു സ്പെഷ്യൽ എപ്പിസോഡിൽ ഇന്ന് വയനാട് വിഷൻ്റെ വേരുകൾ എത്തിയിരിക്കുന്നത് പുൽപ്പള്ളി ചെറ്റപ്പാലത്താണ്. നമ്മുടെ വയനാട്ടിലെ തന്നെ ആദ്യത്തെ ചിന്തുപാട്ട് കലാസംഘം നാദബ്രഹ്മം എന്ന കലാസമിതിയെക്കുറിച്ചാണ് ഇന്ന് വേരുകൾ പരിചയപ്പെടുത്തുന്നത്. വയനാട് വിഷൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വേരുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കണി കാണും നേരം കമലനേത്രന്റെ നിറമേ പതിനെട്ടോളം സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വയനാട്ടിലെ ആദ്യ ചിന്തുപാട്ട് കലാസംഘമാണ് നാദബ്രഹ്മം. 3 മാസങ്ങൾക്കുള്ളിൽ വള്ളിയൂർക്കാവടക്കം നിരവധി വേദികളിൽ ഇവർ ചിന്തുപാട്ട് അവതരിപ്പിച്ചു. വിനോദ് പുൽപ്പള്ളിയാണ് പരിശീലകൻ. പ്രധാന വാദ്യോപകരണമായ ചിന്ത് നിർമ്മിക്കുന്നതും വിനോദ് പുൽപ്പള്ളിയാണ്. വീട്ടമ്മമാരും ജോലി ചെയ്യുന്നവരും കലാസംഘത്തിലുണ്ട്. വിജയകുമാരി ഗോപി, ബിന്ദു മോഹൻ, സൂര്യ മനോജ്, പ്രസന്നകുമാരി, സുജാത മണി, ജയന്തി, അമ്പിളി വിനോദ്, ബിനി ബിജു, സജിത സുബ്രഹ്മണ്യൻ, ദീപ രാധാകൃഷ്ണൻ, ലീന ബിജു, ഷിനി ഷിജു, രഹിത ഷാജു, വിനീത സാബു, ചിപ്പി ദീപിഷ്, വിനീത സാബു ചെറ്റപ്പാലം എന്നീ ടീം അംഗങ്ങളാണ് ഉള്ളത്. നാടൻ പാട്ട്, പുള്ളുവൻ പാട്ട്, വില്ലടിച്ചാൻ പാട്ട് തുടങ്ങി വ്യത്യസ്തമായ പാട്ടുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ചിന്തുപാട്ട് എന്താണെന്ന് നമുക്ക് കൂടുതൽ പേർക്കും അറിയില്ല, പ്രത്യേകിച്ച് വയനാട്ടുകാർക്ക്. ചിന്തുപാട്ടിൻ്റെ ആദ്യ കലാസംഘമാണ് വയനാട്ടിലെ എന്ന് നമ്മൾ പറഞ്ഞു, നാദബ്രഹ്മം. ഈ ചിന്തുപാട്ട് എന്താണ്? ചിന്ത് എന്ന് പറയുന്ന ഒരു വാദ്യോപകരണം വെച്ച് പാടുന്ന പാട്ടാണ് ചിന്തുപാട്ട്. ഈ ചിന്തുപാട്ടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പുൽപ്പള്ളിയിലുള്ള നമ്മുടെ വിനോദേട്ടൻ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വിനോദേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. തീർച്ചയായും ഇത് ശരിക്കും ഉടുക്കുമായിട്ട് വളരെ സാദൃശ്യമുള്ള ഒരു വാദ്യോപകരണമാണ്. ഉടുക്ക് നമ്മൾ സാധാരണ രീതിയിൽ ഉടുക്ക് ഇങ്ങനെയാണ് വായിക്കുന്നത്. നമ്മൾ ചിന്തെന്ന് പറയുന്നത് ഇങ്ങനെ വായിക്കുന്ന ഒരു ഉപകരണമാണ്. അതിനെക്കാളും കുറച്ചുകൂടെ വലിപ്പം കൂടുതലുണ്ട് ഈ ചിന്തിന്. ഇത് സാധാരണ ഇത് മരത്തിൽ തന്നെ നമ്മൾ കടഞ്ഞെടുക്കുന്ന സാധനമാണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഞങ്ങൾക്ക് വേണ്ട ചിന്തകളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇതിന് സാധാരണ ഉപയോഗിക്കുന്നത് ഈ ലെതർ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ടും ഇങ്ങനെ സിന്തറ്റിക് ഫൈബറായിട്ടുള്ള ഈ സാധനങ്ങളാണ് ഉപയോഗിക്കാറ്. ഇത് പുറത്ത് നല്ല വിലയുള്ള സാധനമാണ്. നമ്മളിവിടെ തന്നെ സ്വന്തം ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ടാണ് കൂടുതൽ ഇവരെ പഠിപ്പിക്കാനും കൂടുതൽ നമുക്കിത് കൊണ്ടു നടക്കാനൊക്കെ പറ്റുന്നത്. കാരണം വയനാട്ടിൽ ഇത് കിട്ടാൻ സാധ്യത വളരെ കുറവുള്ള സാധനമാണ്. അതുകൊണ്ട് ഞങ്ങൾ സ്വന്തം നിർമ്മിച്ചെടുത്താണ്.
ഹരിശ്രീ പഠിപ്പിച്ച ഗുരുവിനു വന്ദനം. ഹരിഹര വിരിഞ്ചനും ശരണത്തിൽ വന്ദനം. കരിമുഖ ഭഗവാനും ഒരു കോടി വന്ദനം. സരസ്വതി ദേവിക്കും പല കോടി വന്ദനം. ആഴിക്കുള്ളിൽ ദിവ്യ സൂര്യപ്രകാശം. ആദിയുഷാമല മഞ്ഞിൽ വിരിയും. ആദിമമന്ത്രം ഓങ്കാരമുജ്വലം. ആദരിച്ചിന്നിവൻ പാദം പണിയും. സ്വർണമാനിനെ പഞ്ചവടിയിൽ കണ്ട നേരത്ത് സ്വന്തമാക്കുവാൻ മോഹം തോന്നി മായ സീതയ്ക്ക്. സ്വർണമാനിനെ പഞ്ചവടിയിൽ കണ്ട നേരത്ത് സ്വന്തമാക്കുവാൻ മോഹം തോന്നി മായ സീതയ്ക്ക്. സ്വർണമാനിനെ പഞ്ചവടിയിൽ കണ്ട നേരത്ത് സ്വന്തമാക്കുവാൻ മോഹം തോന്നി മായ സീതയ്ക്ക്. കണ്ടില്ലേ രാമദേവ നല്ലൊരു ചന്തമുള്ള മൃഗം. സ്വന്തമാക്കുവാൻ ഇന്നെനിക്കൊരു മോഹമുണ്ടല്ലോ. കണ്ടില്ലേ രാമദേവ നല്ലൊരു ചന്തമുള്ള മൃഗം. ആഹാ സ്വന്തമാക്കുവാൻ ഇന്നെനിക്കൊരു മോഹമുണ്ടല്ലോ. രത്നഭൂഷിതമേനിയാണതിൻ വെള്ളിപ്പുള്ളികളും. നീലരത്ന നേത്രമുള്ള സ്വന്തമാനിന്ന്. രത്നഭൂഷിതമേനിയാണതിൻ വെള്ളിപ്പുള്ളികളും. ആഹാ നീലരത്നനേത്രമുള്ള സ്വർണ്ണമാനിന്ന്. വിളിച്ചിടൂ രാമദേവ ഇന്നത് കളിപ്പതിനായി. പിടിച്ചുകൊണ്ടിങ്ങു പോരുക നീ നേരം വൈകാതെ. വിളിച്ചിടൂ രാമദേവ നിന്നത് കളിപ്പതിനായി. ആഹാ വിളിച്ചുകൊണ്ടിങ്ങു പോരുക നീ നേരം വൈകാതെ. മൈഥിലി വാക്യം കേട്ട രാമൻ സോദരനോട് കാത്തിടേണം ദേവിയെ നീ സംഘ കൂടാതെ. മൈഥിലി വാക്യം കേട്ട രാമൻ സോദരനോട് ആഹാ കാത്തിടേണം ദേവിയെ നീ സംഘ കൂടാതെ. സ്വർണമാനിനെ പഞ്ചവടിയിൽ കണ്ട നേരത്ത് സ്വന്തമാക്കുവാൻ മോഹം തോന്നി മായ സീതയ്ക്ക്. രാക്ഷസന്മാരേറെയുള്ളൊരു കാനനമാണ്. കാത്തുകൊള്ളുക ദേവിക്കുന്നൊരു ഭയവുമില്ലാതെ. രാക്ഷസന്മാരേറെയുള്ളൊരു കാനനമാണ്. ആഹാ കാത്തുകൊള്ളുക ദേവിക്കൊരു ഭയവുമില്ലാതെ. സ്വർണമാനിനെ തേടി രാമൻ കാനനത്തിങ്കൽ. നാണമേന്തി ലോകനാഥൻ ചെന്നു പിന്നാലെ. സ്വർണ്ണമാനിനെ തേടി രാമൻ കാനനത്തിങ്കൽ. ആഹാ ലോകനാഥൻ ചെന്നു പിന്നാലെ. അടുത്തു ചെല്ലുന്ന നേരം വേഗത്തിലോടി മറഞ്ഞു പോ. അടുത്തയില്ലെന്ന് തോന്നുമ്പോൾ രാമൻ അടുത്തു വന്നിടും. അടുത്തു ചെല്ലുന്ന നേരം വേഗത്തിലോടി മറഞ്ഞു പോ. ആഹാ അടുത്തയില്ലെന്ന് തോന്നുമ്പോൾ അവന്റെ അടുത്തു വന്നിടും. അടുത്തു വരുമ്പോൾ പിടിപ്പതിനായി മോഹിച്ചു രാമൻ. ഓടി ദൂരെ മാറി നിൽക്കും സ്വന്തമാനപ്പോൾ.
വേദികളിലൊക്കെ പോകുമ്പം ആസ്വാദകരൊക്കെ കൂടുന്നുണ്ടോ? ഉണ്ട്, ഒരുപാട് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ഇത് ചേട്ടൻ തന്നെ എഴുതി സംവിധാനം ചെയ്ത് എല്ലാം ചേട്ടൻ തന്നെ ചെയ്യുന്നത് കൊണ്ട് അതിനോടൊരു പ്രത്യേക താല്പര്യം എല്ലാവരും കാണിക്കാറുണ്ട്, വന്ന് ചോദിക്കാറുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനും അവർക്ക് താല്പര്യമുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങളൊരു 6-7 വേദികളോളം കഴിഞ്ഞു. അതുകൊണ്ട് പലരും തിരിച്ചറിയുന്നുണ്ട്. എന്താ പറയുക, ഒരുപാട് സന്തോഷം ഇത്രയും വേദികളിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചതിലും ഇത് ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷം. ശബരിമല വാഴും അയ്യാ, എൻ്റെ കഥനങ്ങൾ കേൾക്കണമയ്യാ. ശബരിമല വാഴും അയ്യാ, എൻ്റെ കഥനങ്ങൾ കേൾക്കണമയ്യാ. ശബരിമല വാഴും അയ്യാ, എൻ്റെ കഥനങ്ങൾ കേൾക്കണമയ്യാ. 18 പടിമേലെ ധർമ്മത്തിൻ പൊരുളായി തത്വമസി പൊരുളായെന്നയ്യൻ. 18 പടിമേലെ ധർമ്മത്തിൻ പൊരുളായി തത്വമസി പൊരുളായെന്നയ്യൻ. എൻ മനസ്സിൽ കുടികൊള്ളും എൻ്റെ പാപമകറ്റുന്ന സർവ്വജീവദയാപരനയ്യൻ. എൻ മനസ്സിൽ കുടികൊള്ളും എൻ്റെ പാപമകറ്റുന്ന സർവ്വജീവദയാപരനയ്യൻ. ഭൂതനാഥ സദാനന്ദൻ സർവഭൂതദയാപരൻ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമൻ അയ്യൻ. ശബരിമല ശബരിമല വാഴും അയ്യാ, എൻ്റെ കഥനങ്ങൾ കേൾക്കണമയ്യാ. ശബരിമല വാഴും അയ്യാ, എൻ്റെ കഥനങ്ങൾ കേൾക്കണമയ്യാ. സർവദുരിത നിവാരണ ശക്തി സ്വരൂപനായ സർവജീവദയാപരനയ്യൻ. സർവദുരിത നിവാരണ ശക്തി സ്വരൂപനായ സർവ്വജീവദയാപരനയ്യൻ. എൻ മനസ്സിൽ കുടികൊള്ളും എൻ്റെ പാപമകറ്റുന്ന സർവജീവദയാപരനയ്യൻ. എൻ മനസ്സിൽ കുടികൊള്ളും എൻ്റെ പാപമകറ്റുന്ന സർവ്വജീവദയാപരനയ്യൻ. ഭൂതനാഥ സദാനന്ദൻ സർവഭൂതദയാപരൻ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമൻ അയ്യൻ. ശബരിമല ശബരിമല വാഴും അയ്യാ, എൻ്റെ കഥനങ്ങൾ കേൾക്കണമയ്യാ. ശബരിമല വാഴും അയ്യാ, എൻ്റെ കഥനങ്ങൾ കേൾക്കണമയ്യാ. ഇരുമുടിയുടെ കെട്ടുമേന്തി കാനന പാത താണ്ടി സിന്ധുകളും പാടി വരുന്നയ്യാ. ഇരുമുടിയുടെ കെട്ടുമേന്തി കാനന പാത താണ്ടി സിന്ധുക്കളും പാടി വരുന്നയ്യാ. എൻ മനസ്സിൽ കുടികൊള്ളും എൻ്റെ പാപമകറ്റുന്ന സർവ്വജീവദയാപരനയ്യൻ. എൻ മനസ്സിൽ കുടികൊള്ളും എൻ്റെ പാപമകറ്റുന്ന സർവ്വജീവദയാപരനയ്യൻ. ഭൂതനാഥ സദാനന്ദൻ സർവഭൂതദയാപരൻ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമൻ അയ്യൻ. ശബരിമല ശബരിമല വാഴും അയ്യാ, എൻ്റെ കഥനങ്ങൾ കേൾക്കണമയ്യാ. ശബരിമല വാഴും അയ്യാ, എൻ്റെ കഥനങ്ങൾ കേൾക്കണമയ്യാ. കഠിനമ്മ കരിമലയും കയറുന്ന നേരത്ത് കൈപിടിച്ചെന്നെ അങ്ങ് കാക്കണേ. കഠിനം ആ കരിമലയും കയറുന്ന നേരത്ത്
ചേച്ചിമാരെ, നിങ്ങളുടെ പാട്ടൊക്കെ അടിപൊളി, സൂപ്പർ, എന്താ എനർജി, അടിപൊളിയാണ്. അപ്പം നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകരൊക്കെ വിഷുസദ്യ കഴിച്ചു തുടങ്ങി. അപ്പം നമുക്കും കഴിക്കണ്ടേ? അപ്പം ഞങ്ങൾ ചെറിയൊരു വിഷുസദ്യ കഴിച്ചിട്ട് വരട്ടെ. കാനനവാസാ കലിയുഗ വരദാ 18 പടി മേലെ ചിന്മയ രൂപ. കാനനവാസാ കലിയുഗ വരദാ 18 പടി മേലെ ചിന്മയ രൂപ. കാനനവാസാ കലിയുഗ വരദാ 18 പടി മേലെ ചിന്മയ രൂപ. മോഹിനിതനോമന പുത്രനായവൻ പന്തളത്ത് ഭൂപന്റെ പൊന്മകനായി. മോഹിനിതനോമന
അപ്പോൾ ഈ ചിന്തുപാട്ട് എങ്ങനെയാണ് വയനാട്ടിൽ തുടങ്ങിയെന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചു. നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിരിക്കുന്നത് ഉടുക്കൂട്ടും പാട്ടുകളൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഉടുക്കൂട്ടും പാട്ടുകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ കൂടുതലായിട്ട് ഫേസ്ബുക്കിലൊക്കെ ഈ ചിന്തുപാട്ടുകളെ കുറിച്ചൊക്കെ അറിയുന്നത്. അങ്ങനെ ആണ് ഞങ്ങൾ ഇതിനൊരു തുടക്കം ഇട്ട് കൊടുത്തത്. ഈ ചിന്തുപാട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ശാസ്താംപാട്ടുകളെ കുറിച്ച് പറയും. അത് ശാസ്താവിനെ കുറിച്ച് അയ്യപ്പനെ കുറിച്ചൊക്കെ പാടുന്ന പാട്ടുകളാണ്. ചിന്തുപാട്ട് എന്ന് പറയുമ്പോൾ ഈ കാവടി ചിന്തുമായിട്ട് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയെ സ്തുതിച്ചുകൊണ്ടാണ് ശരിക്കും ഈ ചിന്തുപാട്ട് ഉണ്ടായിട്ടുള്ളത്. അത് ശരിക്കും നമ്മുടെ തൃശ്ശൂർ, കണ്ണൂർ, എറണാകുളം ഭാഗത്തൊക്കെ ഭയങ്കര ഭക്തിപൂർവ്വം കൊണ്ടാടുന്ന ഒരു മധ്യകേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഒരു പാട്ടാണ് ചിന്തുപാട്ട്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ആശയം പല സ്ഥലത്ത് ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ വയനാട്ടിൽ എന്തുകൊണ്ട് ഈ ചിന്തുപാട്ട് തുടങ്ങിക്കൂടാ എന്ന ഉള്ളിലൊരു ആശയം ഉദിക്കുകയും അത് നമ്മൾ തന്നെ എഴുതുകയും അത് സംവിധാനം ചെയ്ത് നമ്മുടെ എൻ്റെ ഭാര്യയുണ്ട്, മകളുണ്ട്, സഹോദരിമാരുണ്ട്, അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയുണ്ട്, ഇങ്ങനെ നമ്മുടെ ബാക്കിയുള്ള ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ടാണ് വയനാട്ടിൽ ഇങ്ങനെ ഒരു ആരംഭിക്കാൻ തുടങ്ങിയത്. അതിപ്പോൾ നല്ല ഏകദേശം ഒരു 8 വേദിയോളം ഞങ്ങൾ ഈ 3 മാസം കൊണ്ട് തന്നെ പിന്നിട്ടു. 8 മാസത്തോളമായി പഠിക്കാൻ തുടങ്ങിയിട്ട്. ഇത് ഞങ്ങൾ പഠിപ്പിച്ചത് ഞങ്ങളുടെ തൃശ്ശൂരുള്ള നമ്മുടെ സുഹൃത്തും ഞങ്ങളുടെ ആശാനുമായിട്ടുള്ള അനിൽ ആശാനും പ്രേംലാൽ ആശാനുമാണ് ഞങ്ങൾക്ക് ആദ്യം വന്ന് ക്ലാസ് തന്നത്. അങ്ങനെയാണ് ഞങ്ങളിത് പഠനം തുടങ്ങിയത്. അതിനുശേഷം ഇന്ന് വരെയും 8ഓളം വേദികൾ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നിരന്തരമായിട്ടുള്ള ഈ നമ്മുടെ ടീമിൻ്റെ പരിശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്രയും ഇന്ന് ഇവിടെ വരെ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. അതിൽ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു. പിന്നെ ഇത് നമ്മുടെ വയനാട്ടിൽ തന്നെ നാട്ടുകൂട്ടം എന്നറിയപ്പെടുന്ന ഒരു നാടൻപാട്ട് സംഘത്തിൻ്റെ ആചാര്യനാണ്. അദ്ദേഹം തോമസ് മിറർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഈ ഭൂദാനം ഭാഗത്ത് താമസിക്കുന്ന പുൽപ്പള്ളി ഭൂദാനം ഭാഗത്തുള്ളതാണ്. ഞങ്ങൾ ഒന്നിച്ച് നാടൻപാട്ട് പരിപാടികളൊക്കെ ആയിട്ട് ആദ്യകാലത്ത് വയനാട്ടിൽ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇപ്പോഴും അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ ചിന്തുപാട്ട് എന്നൊരാശയമായിട്ട് ഇങ്ങനെ വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ട് നമ്മുടെ ചിന്തുപാട്ടിനെ കുറിച്ച് എന്തെങ്കിലും? സത്യത്തിൽ വിനോദിനെ വളരെയേറെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. കാരണം ഈ ഒരു കലാരൂപത്തെ മധ്യകേരളത്തിൽ മാത്രം കണ്ടുവരുന്ന, അതും മണ്ഡലകാലങ്ങളിൽ വ്രതമെടുത്ത് അതിനുവേണ്ടി ഒരുങ്ങി അത്രയും ദിവസവും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ശരിക്ക് ചിന്തുപാട്ട് കലാസംഘം കലാകാരന്മാർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ വിനോദ് ആ ഒരു കലാരൂപത്തെ നമ്മുടെ വയനാടിന് പരിചയപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ വിനോദ് ഇത് പരിചയപ്പെടുത്തിയതുകൊണ്ട് തന്നെ വയനാട്ടിലുള്ള ആളുകൾക്ക് മുഴുവനായിട്ട് ഇത് അറിയാനായി നമുക്ക് സാധിക്കുന്നുണ്ട്. ചിന്തുപാട്ട് എന്താണെന്നും അത് കേൾക്കാനും ആസ്വദിക്കാനും. അതിൻ്റെ താളം ഒക്കെ പ്രത്യേക താളം, നാടൻപാട്ട് പോലെയുള്ള താളങ്ങളല്ല, പ്രത്യേക താളമാണ്. പ്രത്യേകിച്ചൊരു അയ്യപ്പ സ്തുതി കൂടിയാണത്. അപ്പോൾ അതെന്തായാലും ഇനിയും വിനോദിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായി സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിനോദിൻ്റെ ഈ ശ്രമം ഇനിയും ഭാവിയിൽ വയനാട്ടിലുള്ള മുഴുവൻ ഇടങ്ങളിലേക്കും വ്യാപിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. അപ്പം വയനാട് വിഷൻ്റെ ഈ വിഷു സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മൾ നല്ലൊരു വിഷുക്കണി കണ്ടു, അതുപോലെ തന്നെ നല്ലൊരു വിഷു സദ്യ കഴിച്ചു. അതിലൊക്കെ ഉപരി ഒരുപാട് നല്ല ചിന്തു പാട്ടുകൾ നമ്മൾ കേട്ടു. ഇനിയും ഒരുപാട് വേദികൾ നാദബ്രഹ്മം കലാസമിതിക്ക് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം വയനാട് വിഷൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നല്ല ഒരു വിഷു ആശംസിക്കുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഹാപ്പി വിഷു പറഞ്ഞാലോ? ഹാപ്പി വിഷു.